വർക്കും കാര്യങ്ങളൊക്കെ കണ്ടാൽ നമുക്കത് ക്വാളിറ്റി എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കുറച്ചുകൂടി പറ്റും. പിന്നെ ഇതിൻ്റെ ഓണർ പ്രിയ എൻ്റെ വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടും കൂടിയാണ്. കളക്ഷൻസ് കുഴപ്പമില്ല. ഞാനിപ്പോൾ ഈ ചുരിദാറിൻ്റെ സെക്ഷൻ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ആ പാർട്ടി വെയറൊക്കെ നന്നായിട്ടുണ്ട്. അതെല്ലാം എവർ ചെയ്ത ഡിസൈനാണ്. എല്ലാ ഡിസൈൻസും എവർ സ്വന്തമായിട്ട് ചെയ്തിട്ടുള്ള ഇവരുടെ യൂണിറ്റിൽ തന്നെ ചെയ്തിട്ടുള്ള ഡിസൈൻസ്. ഞാൻ തൃശ്ശൂർ ആചാര്യ കോളേജിൽ 2007 അവിടെ ആ കോളേജിൻ്റെ ഫസ്റ്റ് ബാച്ച് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഫാഷൻ ഡിസൈനർ എനിക്ക് ബോട്ടിക്ക് ഉണ്ടായിരുന്നു കാലിക്കട്ടിൽ. കുറച്ച് പഴയ കഥകളാണ്. നമ്മൾ മെറ്റീരിയൽ എടുത്തിട്ടല്ലേ, മെറ്റീരിയൽ എടുത്ത് ഇവിടെ ഇതൊക്കെ നിങ്ങളിവിടെ ചെയ്ത് വെച്ച വർക്കുകളല്ലേ? അല്ല പുറത്തുനിന്ന് എടുത്ത റെഡിമെയ്ഡ് അല്ല, നമ്മൾ തന്നെ ചെയ്തു. ഞാൻ 2007 +2 കഴിഞ്ഞിട്ട് ഫസ്റ്റ് ചെയ്ത മാലൊന്ന് കാണിച്ചേ. ഇങ്ങനെ നിന്ന് കണ്ടാൽ മതി മാല. അല്ല മാല കാണിച്ചേ. ഇതൊക്കെ മുമ്പേ മാല അടുത്ത 2 ആഴ്ച നിങ്ങളെ ചീത്ത വിളിക്ക് തയ്യാറെടുത്തിട്ട് കോടികൾ വിലയുള്ള മാലയുണ്ട്. അതെ, കോടികൾ വില. എനിക്കറിയില്ലടോ. ഇത് പണ്ട് എപ്പോഴോ വർഷങ്ങൾക്ക് മുമ്പ് മേടിച്ച മലബാറിൽ നിന്ന് മേടിച്ച സാധനം. അല്ല, ഇത് ടെമ്പിൾ കളക്ഷനിൽ സാധനം പണയം വെക്കാൻ എടുക്കാത്തതുകൊണ്ട് മാത്രം അത് ഇട്ടേക്കുന്നതാണ്. അല്ലെങ്കിൽ അതൊക്കെ എപ്പോഴോ പോയേനത്. കോടികൾ വിലയുള്ള മാലയും ഇട്ടിട്ട് ജിപ്സാറിയുക. അപ്പോഴത്തേക്ക് നമ്മളൊക്കെ പുളുങ്കുരു എടുത്തിട്ടാണല്ലോ മേടിക്കുന്നത്. നമ്മളൊക്കെ ചക്കക്കുരു എടുത്തിട്ടാണല്ലോ മേടിക്കുന്നത്. കറക്റ്റ് അറിയുന്നത് ബാങ്കുകാർക്കായിരിക്കും. കാരണം പണയം വെക്കുന്നതുകൊണ്ട് എന്നെക്കാട്ടി കൂടുതലും എൻ്റെ കഴുത്തി കിടക്കിനെക്കാട്ടി കൂടുതൽ അവിടെ ഇരുന്നിട്ടുള്ളത്. ഇമിറ്റേഷനാണ്. പിന്നെ കുഴപ്പമില്ല. നീ അത് പറഞ്ഞിട്ട് വേണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുടെ ഒരു സന്തോഷമോ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത മറ്റുള്ളവരുടെ സന്തോഷമോ നിങ്ങൾ കാണുമ്പോഴത്തേക്കും ഈ ഫ്രസ്ട്രേഷനായിട്ടിരിക്കുന്ന എന്നുവെച്ചാൽ ജീവിതത്തിൽ ഒന്നും ആവാൻ കഴിയാത്തതോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് കഴിവില്ലാത്തതോ ജീവിതത്തിലൊന്നും ആവാത്തതോ ആയിട്ട് ഈ വിരസത ബാധിച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരുടെ ഫ്രസ്ട്രേഷൻ എന്തിനാണ് വെറുതെ കാണുന്നതെന്ന് വെച്ചിട്ട് നമ്മൾ സന്തോഷത്തോട് കൂടിയിട്ടായിരിക്കും ഓരോന്ന് പറയുകയും സംസാരിക്കുക നിങ്ങൾ ചോദിക്കണതിനനുസരിച്ചിട്ട്. കാരണം നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ്. വെറുതെ നമ്മൾ ഓരോന്ന് പറഞ്ഞിട്ട് അതിനെ വെച്ചിട്ട് വായി തോന്നുന്ന വൃത്തിയായിട്ട് പറയും. അവരവരുടെ സംസ്കാരമില്ലായ്മ അത് ഇതാക്കുന്നത് നമുക്ക് കാണണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. പോവാം, മുകളിൽ പോവാം. വീണ്ടും പോയാൽ സാരിയുടെ തുമ്പ് ഇങ്ങനെ പിടിച്ചിട്ടല്ല. ഇങ്ങനെയോ വിടർത്തി വിടർത്തണമെങ്കിൽ മുഖം പിന്നാണ്. കിട്ടിയില്ല അതല്ലേ? അതാണോ?